ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും ഏറ്റവും ഹൃദ്യമായ ഈദുൽ ഫിത്തറിൻ്റെ ആശംസകളും സന്തോഷവും പങ്കുവെക്കുന്നു. മനുഷ്യൻ്റെ നന്മയ്ക്കും ചേർന്ന് നിൽക്കലിനും സാഹോദര്യത്തിനും പങ്കുവെക്കലിനും ആത്മസംസ്കരണത്തിനുമൊക്കെ 30 ദിവസത്തെ വ്രതവും ഈ ദിവസത്തിൻ്റെ സന്തോഷവും തുടർന്നുള്ള ദിവസങ്ങളുമൊക്കെ ഉപകരിക്കട്ടെ എന്ന് ക്ലിപ്പ് എനിക്ക് ഒരു പ്രവാസി സുഹൃത്ത് അയച്ചു തന്നതാണ്. ഇദ്ദേഹത്തിനെ അറിയുമോ? ഈ വാക്കുകൾ ഒന്ന് കേട്ട് നോക്കൂ, ഇതിലൊരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം എനിക്ക് ഈ വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നത്. ഞാനത് കേട്ടപ്പോൾ അത് ജനങ്ങളെ അറിയിക്കേണ്ടതും പങ്കുവെക്കേണ്ടതുമാണെന്ന് തോന്നി. പ്രത്യേകിച്ച് പെരുന്നാൾ ദിനം കൂടിയാകുമ്പോൾ അത് കുറച്ച് സൗകര്യമായി അത് കേട്ടുകൊള്ളട്ടെ എന്നും വിചാരിക്കുന്നു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് ഇങ്ങനൊരു വർത്തമാനത്തിന് തയ്യാറായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ഏറെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ഏത് സംഭവങ്ങളുണ്ടായാലും ന്യൂനപക്ഷ വിഭാഗത്തെ, വിശിഷ്യ മുസ്ലിം ന്യൂനപക്ഷത്തെ ഇരുട്ടിൻ്റെ മറവിൽ നിർത്തി ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വലിയ സംഘടിതവും ഗൂഢവുമായ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ മാത്രമല്ല, പല ഘട്ടങ്ങളിലും നമുക്കിത് ബോധ്യപ്പെട്ടിട്ടും ഇത് എന്തുകൊണ്ടോ പൊതുസമൂഹം അതിൻ്റെ വ്യാപ്തിയിലും അതിൻ്റെ അർത്ഥത്തിലും ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഏറെ വേദനാജനകമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമെന്നാണ് അറിയപ്പെടുന്നത്. ജനാധിപത്യ രാജ്യം എന്നുള്ളത് കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത് നമ്മളാണ് നീതിബോധത്തിൻ്റെ അഗ്രഗണ്യന്മാരെന്നാണ്. അപ്പം നീതിബോധത്തിൻ്റെ അഗ്രഗണ്യന്മാരായ നമ്മൾ ജീവിക്കുന്ന ഈ നാടിനകത്ത് പലപ്പോഴും നീതി നിഷേധത്തിൻ്റേതായ പർവ്വതങ്ങൾ കെട്ടിപ്പടുക്കുകയാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരികളും അതേപോലെ തന്നെ ചില സംഘടിത ശക്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജനാധിപത്യ ബോധം എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്, നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ജനപ്രതിനിധി സഭകളിൽ, പാർലമെൻറ്റിലടക്കം ജനപ്രതിനിധികളെ അയക്കുന്ന ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അവിടെ ഏതാണ്ട് 20% അടുത്തു വരുന്ന ആ ജനസംഖ്യ മുസ്ലിം സഹോദരങ്ങളാണ്. എന്നാൽ ആ സംസ്ഥാനത്തിൻ്റെ ഭരണനിർവഹണ വേദിയിൽ ഒരു മുസ്ലിം നാമധാരിയെപ്പോലും എത്തിക്കാത്ത ഏറ്റവും നികൃഷ്ടവും നിരുത്തരവാദവും നീതിരഹിതവുമായ നിലപാട്, ആ നിലപാട് യാതൊരു ഉളുപ്പുമില്ലാതെ ചില സങ്കുചിത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തിനകത്ത് നടപ്പാക്കുകയാണ്. ഇത് അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് കഴിയില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വ്യക്തിപരമായി ഞാൻ എൻ്റെ അനുഭവം പങ്കുവെക്കുമ്പോൾ, ഞാൻ ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശ ഗ്രാമമായ തൃക്കുന്നപ്പുഴയിൽ താമസിക്കുന്ന ആളാണ്. 2 തലമുറകളായി പരിചയപ്പെടുത്താൻ കഴിയുന്ന തലമുറകൾ എവിടെയുണ്ടോ ആ തലമുറകളായി ഞങ്ങൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന, ഞാൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. ആ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയിട്ടുള്ളതും ഇന്ന് നൽകിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു വിഭാഗമാണ് മുസ്ലിം സഹോദരന്മാർ, ഇസ്ലാം മതവിശ്വാസികൾ. അവിടെ പല ഘട്ടങ്ങളിലും ഉണ്ടാകുവാനിടയുണ്ടായിരുന്ന പല പൊട്ടിത്തെറികളെയും അതിജീവിച്ചുകൊണ്ട് ആ ഗ്രാമത്തിന് ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് മുസ്ലിം സമുദായവും മുസ്ലിം സഹോദരന്മാരും വഹിച്ച പങ്ക് വളരെ വലുതാണ്. എന്നാൽ കഴിഞ്ഞ 16 വർഷക്കാലമായി ഞാൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ സ്വാതന്ത്ര്യത്തിൻ്റെയും അതേപോലെ തന്നെ ഒരു സ്നേഹത്തിൻ്റെയും ഊഷ്മളതയുടെയും ഒക്കെ അനുഭവം കൂടുതൽ ഞാൻ അനുഭവപ്പെട്ടും കൂടുതൽ ഞാൻ രുചിച്ചതും കൂടുതൽ ഞാൻ അറിഞ്ഞതും ഈ 15 വർഷക്കാലത്തിനിടയിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വർത്തമാനം കൂടി ഇപ്പോഴത്തെ ഘട്ടത്തിൽ നടത്തണം എന്നാഗ്രഹിച്ചത്. നമുക്കെവിടെയാണോ നമുക്ക് നന്മയും നീതിയും ഉയർത്തിപ്പിടിക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇന്ത്യക്കകത്ത് നടപ്പാക്കുന്നതിന് വേണ്ടി മറ്റാരേക്കാളും മുന്നിൽ നിൽക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം സഹോദരന്മാരാണ്. അങ്ങനെ ഒരു നിലപാട് ഇന്ത്യക്കകത്ത് സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ എത്രയോ കാട്ടാളത്തപരമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടും ആ നിലപാടുകളെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു ശക്തി സർവശക്തനായ ദൈവം അവർക്ക് നൽകിയത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം.
നമുക്കറിയാം ഇസ്ലാം മതത്തെയും ഇസ്ലാം മതവിശ്വാസത്തെയും വിശ്വാസ പ്രമാണങ്ങളെയും വൈകൃതമാക്കാനായി ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട എത്രയോ കാര്യങ്ങളുണ്ട്. നമുക്ക് ഈ ചരിത്രത്തിൻ്റെ ഭാഗമായി ഒരുപക്ഷെ വിദ്വേഷത്തിൻ്റെ ഏതെങ്കിലും ഒരു പിന്നാമ്പുറത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇസ്ലാം മതത്തിലെ ഏറ്റവും വലിയ ഒന്നായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ബദർ യുദ്ധമാണ്. ആ ബദർ യുദ്ധത്തിൽ പോലും പിടിച്ചുകൊണ്ടുവന്ന തങ്ങളുടെ ശത്രുക്കളെ തങ്ങൾക്ക് ഏറ്റവും മാരകമായി പരിക്കേൽപ്പിച്ച, തങ്ങൾക്ക് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതും ഏറ്റവും അടുപ്പമുള്ളതും ഏറ്റവും ബഹുമാനിക്കപ്പെടുന്നതുമായ വ്യക്തികളെപ്പോലും അവരുടെ കരളുപോലും കടിച്ചു തിന്ന ആളുകളെ മുന്നിൽ കൊണ്ട് നിർത്തിയപ്പോഴും എടുത്ത ഒരു നിലപാട് അവർക്ക് കൊടുത്തത് വധശിക്ഷയായിരുന്നില്ല, മറിച്ച് അവരോട് പറഞ്ഞത് നിങ്ങൾ അക്ഷരം പഠിപ്പിച്ച് ജീവിക്കൂ എന്നാണ്. എത്രയോ വലിയ സന്ദേശമാണ്, ഒരു വലിയ സന്ദേശമാണ് നൽകിയത്. ഈ ഒരു മനുഷ്യനായി മാറുന്നതിന് നിദാനമാകുന്ന ഘടകങ്ങൾ, ആ ഘടകങ്ങളിൽ തൊലിയുടെ നിറം ഒരു ഘടകമല്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം. കറുത്തവനും വെളുത്തവനും എന്നതല്ല തർക്കം, അറബിയും അനറബിയും എന്നതല്ല തർക്കം, ഒരു മനുഷ്യൻ സമ്പന്നനല്ലയോ എന്നതല്ല തർക്കം. അവനവൻ്റെ ജീവിതത്തിനകത്ത് പുലർത്തുന്ന സൂക്ഷ്മതയാണ് അവനെ ഉത്തമനായ മനുഷ്യനാക്കി മാറ്റുന്നതെന്ന ഉത്കൃഷ്ടമായ സന്ദേശം പറയുക മാത്രമല്ല സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിക്കുക കൂടി ചെയ്ത പ്രവാചകൻ്റെ ആ മതത്തെയാണ് ഇന്ന് ഏറ്റവും നികൃഷ്ടമായി ഈ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ന് ഞാനത് പറഞ്ഞത് ഈ പുണ്യമാസത്തിൽ പോലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പതാക ഉയർന്നു. ആ പതാക വടക്കേ ഇന്ത്യയിൽ പാകിസ്ഥാൻ പതാകയായി അവതരിപ്പിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഈ നാടിൻ്റെ വൈജ്ഞാനിക മേഖല, ഈ നാടിൻ്റെ സാംസ്കാരിക മേഖല, ഈ നാടിൻ്റെ സാക്ഷരത മേഖല എവിടെ നിൽക്കുന്നു എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കണം. അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളം മാറി. ഞങ്ങളെപ്പോലെയുള്ളവരൊക്കെ വലിയ ആദരവോടുകൂടി ഈ മാറ്റത്തെ നോക്കിക്കാണുമ്പോൾ അതിൽ ഏറ്റവും വലിയ പങ്ക്, യാതൊരു തർക്കവുമില്ല, ആർക്കും തർക്കിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിച്ച കുടുംബം പാണക്കാട് കുടുംബമാണ്. ഞാൻ ലീഗിലേക്ക് ആകർഷിക്കപ്പെട്ട ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അതുതന്നെയായിരുന്നു. അവിടെ ആ കുടുംബവുമായി അകന്നു നിന്നറിഞ്ഞിരുന്ന ഞാൻ അടുത്ത് നിന്ന് അറിയാൻ കഴിഞ്ഞ ഘട്ടങ്ങളിലാണ് സത്യത്തിൽ എൻ്റെ ഈ 15 വർഷക്കാലത്തിന് മുമ്പുള്ള ഒരു 40 വർഷക്കാലം പൊതുപ്രവർത്തനത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഞാൻ തിരിച്ചറിഞ്ഞത്. എത്രയോ സ്നേഹത്തോട്, സൗഹൃദത്തോട്, എത്രയോ വിനയത്തോട്, അതിലേറെ ലാളിത്യത്തോട് നമ്മളെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു വലിയ മനസ്സ്, അത് ആ മനസ്സിൻ്റെ വാതിലാണ് പാണക്കാട് വീട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ ഛിദ്രശക്തികൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അടവുകൾ പയറ്റുമ്പോഴും അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് കേരളീയ സമൂഹത്തിന് ലഭിക്കുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗത്തിന് മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിന് ഈ കരുത്ത് പകർന്നു കൊടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് പാണക്കാട് കുടുംബവും പാണക്കാട് തങ്ങന്മാരുമാണ്. വ്യക്തിപരമായി ഒരുപാട് അനുഭവങ്ങൾ അക്കാര്യത്തിൽ പങ്കുവെക്കാൻ ഞാൻ എൻ്റെ മകളുടെ വിവാഹം നടത്തി. എല്ലാവരോടും വിവാഹത്തിനെ സംബന്ധിച്ചറിയാൻ നമ്മൾ പോയി ക്ഷണിക്കുമ്പോൾ എനിക്കുണ്ടായ അനുഭവം എന്ന് പറയുന്നത് എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെ ആകെ അത്ഭുതപ്പെടുത്തി. 2 തങ്ങന്മാർ അവർ വന്നിരുന്ന് അവരുടെ അനുഗ്രഹാശിസ്സുകൾ കൂടി നൽകി ആ മംഗളകർമ്മം കൂടുതൽ മംഗളമാക്കി മാറ്റി എന്ന് പറയുമ്പോൾ എനിക്കിപ്പോഴും എനിക്കത് പറയാൻ വാക്കുകളില്ല. ഞാനത് പറഞ്ഞത്, ഞാനൊരു ഘട്ടത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തനത്തിലേക്ക് രാഷ്ട്രീയമായി മാറുമ്പോൾ അത് എന്നെ ഒറ്റപ്പെടുത്തുമെന്നും എന്നെ വേദനിപ്പിക്കുമെന്നും ഞാൻ പലയിടങ്ങളിലും എനിക്ക് തല താഴ്ത്തേണ്ടി വരുമെന്നും പറഞ്ഞിരുന്ന ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ ഒരു വലിയ ഉയർന്ന തലയെടുപ്പോട് എനിക്ക് നിൽക്കാൻ കഴിഞ്ഞത് അവരുടെ ഇത്തരം സമീപനമാണ്. ഈ സമീപനങ്ങൾ കൂടെ പിടിക്കുവാൻ, ചേർത്ത് പിടിക്കാൻ, ആ ചേർത്ത് പിടിക്കലിൽ ജാതിയും മതവും ഒന്നും നോക്കാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു വലിയ മനസ്സ്, ആ മനസ്സ് കാണിക്കുന്ന ഒരു സമുദായത്തിനെതിരെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നെറികെട്ട നീക്കങ്ങളെ തുറന്നു കാണിക്കാൻ, അതിനെതിരായി ഒരു ശക്തമായ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കാൻ
വർത്തമാനകാലത്ത് നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഈ പുണ്യമാസത്തിൽ അതിനായി ഇതര സമുദായ അംഗങ്ങൾ കൂടി യോജിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. ഈ പറഞ്ഞയാൾ ശ്യാം സുന്ദർ എന്ന ആളാണ്. ശ്യാം സുന്ദർ ഒരു മുൻ CPM നേതാവായിരുന്നു. അദ്ദേഹം പിന്നീട് ലീഗിൽ ചേരുകയുണ്ടായി. ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. വളരെ പാരമ്പര്യമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർന്ന ആളാണ് ഈ ശ്യാം സുന്ദർ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ആദ്യ സ്പീക്കറും പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന ശങ്കരനാരായണൻ തമ്പിയുടെ കുടുംബത്തിലാണ് ഈ ശ്യാം സുന്ദർ ജനിച്ചത്. കാർത്തികപ്പള്ളി താലൂക്കിലെ ആദ്യ MLCയും പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയുമായ മുൻ തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡൻറ്റുമായിരുന്ന പാണ്ഡവത്ത് ശങ്കരപ്പിള്ളയുടെ കൊച്ചുമകനായ ശ്യാം സുന്ദറിൻ്റെ മാതൃ സഹോദരനാണ് പ്രമുഖ പത്രപ്രവർത്തകനും CPM മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ രാജ്യസഭാംഗവുമായ K. മോഹനൻ. തിരുവല്ലയിലെ പ്രശസ്ത കുടുംബമായ വയലപ്പള്ളി വീട്ടിൽ ചന്ദ്രശേഖരപിള്ളയാണ് ശ്യാം സുന്ദറിൻ്റെ പിതാവ്. ചരിത്രമുറങ്ങുന്ന പല്ലന കുമാരകോടിയിലെ പ്രശസ്തമായ പാണ്ഡവത്ത് എന്ന് പറയുന്ന കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം പ്രവർത്തനം തുടങ്ങിയത് SFIയിലൂടെ ആയിരുന്നു. പിന്നീട് സ്കൂൾ പഠനമൊക്കെ പൂർത്തിയാക്കി ആലപ്പുഴ SD കോളേജിൽ ഭൗതികശാസ്ത്രത്തിൽ ബിരുദവും കമ്പ്യൂട്ടർ സയൻസിൽ പോസ്റ്റ് ഗ്രാജുവേഷനുമൊക്കെ കരസ്ഥമാക്കിയ ഒരു യുവ DYFI നേതാവായിരുന്നു. ഹരിപ്പാട് DYFIയുടെ ഏരിയ സെക്രട്ടറി ആയിരുന്നു. ഇങ്ങനെ ഉണ്ടായിരുന്ന അദ്ദേഹം പിന്നീട് പാർട്ടിയിലെ ആലപ്പുഴയിൽ ബാധിച്ച ഈ വിഭാഗീയതയുമൊക്കെയായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പിന്നീട് മുസ്ലിം ലീഗിൽ അംഗമാകുന്നത്. അങ്ങനെ മുസ്ലിം ലീഗിൽ അംഗമായ ശേഷം അദ്ദേഹം വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാക്കുകയും ചെയ്യുകയുണ്ടായി. ഞാനിതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അദ്ദേഹം ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞത് ഇന്നൊരു പക്ഷേ എനിക്ക് ഫോർവേഡ് ചെയ്യപ്പെട്ടത് വർത്തമാന കാലഘട്ടത്തിൽ ഇങ്ങനെ പറയുന്നവരുടെ നാവുകൾ ഒന്നെങ്കിൽ നിശബ്ദമാവുകയോ അല്ലെങ്കിൽ എന്തിനു പറഞ്ഞ് ശത്രുക്കളെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുകയോ ഒക്കെ ചെയ്യുന്ന കാലത്താണ് ശ്യാം സുന്ദറിനെ പോലെയുള്ള പൊതുപ്രവർത്തകർ അവരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഇത്തരം ചില കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. ഇന്നത്തെ ഈ സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ധ്രുവീകരണം എങ്ങനെ ശക്തിപ്പെടുത്തണമെന്നും സ്പർദ്ധ എങ്ങനെ ഉണ്ടാക്കണമെന്നും ആരെയെങ്കിലുമൊക്കെ എങ്ങനെ മുദ്ര കുത്തണമെന്നും എങ്ങനെ സ്റ്റാമ്പ് ചെയ്യണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്ന കാലത്താണ് ശ്യാം സുന്ദർ വളരെ മനോഹരമായ വാക്കുകളിൽ ഈ പറയുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ നിർഭയമായും സത്യസന്ധമായും അദ്ദേഹം തുറന്നു പറഞ്ഞത്. ഏതായാലും അങ്ങനെ പറയാനൊരു താല്പര്യവും ആർജവുമൊക്കെ കാണിച്ചതിന് പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഞാൻ ഇത് അയച്ചു തന്ന ആളടക്കമുള്ള ആളുകൾ പലരും എന്നോട് ഇതാരാണ് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ടുകൂടിയാണ് ഇത്തരം വിശേഷങ്ങളൊക്കെ നിങ്ങളുമായൊന്ന് പങ്കുവച്ചത്.